കായിക ഭൂപടത്തിലെ ഇത്തിരി കുഞ്ഞൻ ടീമുകളുടെ ലോകകപ്പ് യോഗ്യതയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഫുട്ബോൾ വിശേഷങ്ങൾ. കാൽപന്തിന്റെ വിശ്വമേളയിലേക്ക് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞ കേപ്പ് വേർഡെ അത്ഭുതങ്ങൾ കുറിച്ചെങ്കിലും ലോകവേദിയിൽ തലയുയർത്തി നിൽക്കാനൊരുങ്ങുന്ന ഫറോ ദ്വീപുകൾ അവസാനം വരെ അംഗം കുറിച്ച് യോഗ്യതയുടെ പടിവാതിൽക്കൽ പൊരുതി തോറ്റ ആഫ്രിക്കൻ രാജ്യമായ ബെനിൻ. സോക്കർ സ്വപ്നങ്ങളുമായി മൈതാനത്ത് മായാജാലം തീർത്തവർ ഏറെയുണ്ട്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കുഞ്ഞു രാജ്യങ്ങളുടെ ഫുട്ബോൾ കളത്തിലെ കുതിപ്പ് വായിച്ച് അത്ഭുതപ്പെടുന്ന ഇന്ത്യൻ ആരാധകർക്ക് ഇപ്പോഴും നിരാശ മാത്രമാണ് ബാക്കി. ചെറു രാജ്യങ്ങൾ ലോകകപ്പോളം ഉയർന്ന വാർത്തയെത്തിയ അതേ ദിനം വൻകരയുടെ പോരാട്ടമായ ഏഷ്യൻ കപ്പിൽ കളിക്കാനുള്ള യോഗ്യതയും ഇന്ത്യക്ക് അന്യമായി. 2077 ഏഷ്യൻ കപ്പ് യോഗ്യതാ പോരാട്ടത്തിന്റെ 3ാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ സ്വന്തം ഗ്രൗണ്ടിൽ സിംഗപ്പൂരിനെതിരെ ഇന്ത്യയുടെ നാണം കെട്ട തോൽവി. 4 ദിനം മുമ്പ് എതിരാളിയുടെ തട്ടകത്തിൽ അവരെ സമനിലയിൽ പിടിച്ച ഇന്ത്യക്കാണ് തൊട്ടു പിന്നാലെ സ്വന്തം മണ്ണിൽ അടിതെറ്റിയത്. സിംഗപ്പൂരിനോട് തോൽവി വഴങ്ങിയ ബ്ലൂ ടൈഗേഴ്സിന്റെ ഏഷ്യ കപ്പ് മോഹവും ഇതോടെ പൊലിഞ്ഞു. യോഗ്യതാ റൗണ്ടിലെ 3ാം ഘട്ടത്തിലെ ഗ്രൂപ്പ് മത്സരത്തിൽ 4 കളി കഴിഞ്ഞപ്പോൾ ഒരു ജയം പോലുമില്ലാത്ത ഇന്ത്യക്ക് 2 പോയിന്റാണുള്ളത്. ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും ജയിച്ചാൽ പോലും ഏഷ്യ കപ്പ് യോഗ്യതയെന്നത് വിദൂര സ്വപ്നം മാത്രമാണ്. ഇതോടെ തുടർച്ചയായി 3ാം തവണയും വൻകരയുടെ മേളയിൽ പന്ത് തട്ടാനുള്ള ഇന്ത്യയുടെ മോഹമാണ് പൊലിഞ്ഞത്. അതേസമയം ലോക ഭൂപടത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ പോലും കണ്ണിൽപ്പെടാതെ മധ്യ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആഫ്രിക്കയുടെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന കേപ്പ് വേർഡെ എന്ന ദ്വീപ സമൂഹം ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു. ആഫ്രിക്കൻ മേഖല ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് ഡിയിൽ കരുത്തരായ കാമറൂണിനെ മറികടന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി രാജകീയമായാണ് കേപ്പ് വേർഡെ ആദ്യമായി ലോകകപ്പ് കളിക്കാനെത്തുന്നത്. 5 ലക്ഷം മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ. ഇത് പറയുമ്പോൾ മറ്റു ചില കണക്കുകൾ കൂടി പറയേണ്ടതുണ്ട്. 146 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്നും ലോകകപ്പിന് പ്രാപ്തരായ ഒരു 11 പേരെ തയ്യാറാക്കാൻ പോലും നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിന് മറുപടി എന്നോണം പതിവായി പറയുന്നൊരു കാര്യം ഇന്ത്യക്കാരന്റെ ഫിറ്റ്നസിനെയും ശാരീരിക ക്ഷമതയെയും കുറിച്ചാണ്. എന്നാൽ ലോകകപ്പ് കളിക്കാനൊരുങ്ങുന്ന ഖത്തർ ദേശീയ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഒരു മലയാളി താരമാണ്. കണ്ണൂർ വളപട്ടണം സ്വദേശിയായ തഹസീൻ എന്ന് ഖത്തർ ദേശീയ ടീമിന്റെ ഭാഗമാണ്. ന്യൂസിലാൻഡിന്റെ മധ്യനിരയിൽ കളിമനയുന്നത് ഇന്ത്യൻ വംശജനായ സർപ്രീത് സിംഗ്. പ്രചോദനത്തിനും ആത്മവിശ്വാസത്തിനും ഉദാഹരണങ്ങൾ ഇനിയുമേറെയുണ്ട്. നമ്മുടെ ബലഹീനതകൾക്ക് 1000 കാരണങ്ങൾ ഉണ്ടാവാം. എന്നാൽ പോരാടാനും ശക്തിപ്പെടാനും നമുക്ക് ഒറ്റ വികാരം മാത്രം മതി: നമ്മൾ ഇന്ത്യക്കാരാണ്.